നമ്മുടെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനും കേരള സർക്കാരിനും കേരളത്തിലെ UDFനും LDFനും ഒക്കെ പൊതുവെ കഷ്ടകാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കാരിന് പ്രത്യേകിച്ചും. സർക്കാർ എന്തൊക്കെ ഹർജികളുമായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ തിരിച്ചടിയാണ് ഫലം. ഏറ്റവും ഒടുവിൽ SIRൻ്റെ കാര്യത്തിലും കണക്കിന് വാങ്ങിക്കെട്ടി. എന്താണ് കാര്യമെന്നല്ലേ? SIRൻ്റെ സമയപരിധി നീട്ടണം എന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. കോടതി പറഞ്ഞു നടക്കില്ല. ഈ മാസം 18-ാം തീയതി SIRൻ്റെ സമയപരിധി അവസാനിക്കുകയാണ്. അങ്ങനെ SIR അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. കോടതി അത് മുഖവിലേക്ക് എടുത്തിരിക്കുകയാണ്. ഒടുവിൽ കോടതിക്ക് ദയ തോന്നി ഈ മാസം 18-ാം തീയതി അവസാനിക്കുന്ന ഈ SIR എന്യൂമറേഷൻ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 2 ദിവസം നീട്ടി ഡിസംബർ 20-ലേക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. കോടതി പറഞ്ഞു കൂടുതൽ സാധിക്കില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഡിസംബർ 18-ാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കാം, അന്ന് ഇതിന്മേലുള്ള അവസാന വിവരങ്ങൾ, ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അന്ന് കോടതിക്ക് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ എന്യൂമറേഷൻ ഫോം കൊടുത്ത 98% തിരികെ എത്തിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം. കൊടുത്തതിൽ ഇനി 22 ലക്ഷം ഫോമുകളാണ് തിരിച്ചെത്താനുള്ളത്. അതിൽ നല്ലൊരു പങ്ക്, ഏതാണ്ട് 6 ലക്ഷത്തിന് മുകളിൽ മരിച്ചുപോയ ആൾക്കാരുടേതാണ്. അതുപോലെ ഏതാണ്ട് ഒരു 2-2.5 ലക്ഷം ഇരട്ടിപ്പാണ്. അതുപോലെ ബാക്കി ഈ ആൾക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ്. അത് ഇനിയിപ്പോൾ അവരുടെ വിവരങ്ങൾ, ഡീറ്റെയിൽസ് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം കൊടുക്കും, ഓൺലൈനിൽ അത് പ്രസിദ്ധീകരിക്കും. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരെ കണ്ടെത്തി കൊണ്ടുവരാൻ സാധിച്ചാൽ നമുക്ക് അത് ഇവിടെ ഉൾപ്പെടുത്താം. വോട്ടർ പട്ടിക വരുമ്പോൾ, അവസാനത്തെ വോട്ടർ പട്ടിക പുറത്തിറങ്ങുമ്പോൾ വരെ അതിനുള്ള അവസരമുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നോമിനേഷന് തൊട്ട് മുമ്പ് വരെ പേര് ചേർക്കാൻ കഴിയും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരം. ഇത്രയൊക്കെ വിശാലമായ നടപടി സ്വീകരിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പഴി പറയുകയാണ് കേരളത്തിലെ സർക്കാരും പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികളും. എനിക്ക് തോന്നുന്നു BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇക്കാര്യത്തിൽ ഒരുപോലെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കി വരുന്ന SIR സ്പെഷ്യൽ തീവ്ര വോട്ടർ പട്ടിക പരിശോധന, അവിടെ ഒരു കട്ടുണ്ടേ, ആ ഇടയ്ക്കുള്ളത് കട്ട് ചെയ്ത് കളയണേ. ആ തീവ്ര വോട്ടർ പട്ടിക പരിശോധന പരിഷ്കരണം, ആ നടപടി ഊർജിതമായിട്ട് മുന്നേറുകയാണ്. അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. കേരള സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിലകൊള്ളുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സുപ്രീം കോടതിയുടെ പോലും നിർദ്ദേശമുണ്ട് SIR രാജ്യം മുഴുവനും നടപ്പാക്കണം, വോട്ടവകാശം ഇന്ത്യൻ പൗരന് മാത്രം ഉറപ്പാക്കണം എന്ന് സുപ്രീം കോടതി പോലും, നമ്മുടെ വിരമിച്ച ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് അടക്കം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. കോടതിയിൽ അനേകം വാദപ്രതിവാദങ്ങൾ നടന്നതാണ്. ഒടുവിൽ സുപ്രീം കോടതി ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഇന്ത്യ മുഴുവനും നടപ്പാക്കുന്നില്ല എന്നാണ്. ബീഹാറിൽ 1-ാം ഘട്ടം നടപ്പാക്കിയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഹർജിയുമായിട്ട് വന്ന പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള അഭിഭാഷകർക്ക് മുഖമടച്ചു കിട്ടിയ ഒരു പ്രഹരമായിട്ടാണ് സുപ്രീം കോടതിയുടെ ആ ചോദ്യത്തെ വിലയിരുത്തിയത്. അതുപോലെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം, ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഒന്നടങ്കം അതിനെതിരെ രംഗത്ത് വന്നെങ്കിലും സുപ്രീം കോടതി വഴങ്ങിയില്ല. ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള സ്ഥലമല്ല എന്നാണ് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചത്. എന്നാൽ ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും ഇത്രയൊക്കെ വ്യക്തമായിട്ടും കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും വീണ്ടും SIRനെതിരെ കോടതിയിൽ പോയി. അവർക്ക് രാഷ്ട്രീയം കളിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് സമയപരിധി കുറഞ്ഞുപോയി, ഉദ്യോഗസ്ഥരുടെ അഭാവമുണ്ട് എന്നൊക്കെയാണ് കേരളം പറഞ്ഞത്.
തമിഴ്നാട് പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. സംസ്ഥാന സർക്കാരിന് കീഴിലെ ഉദ്യോഗസ്ഥരെ ആണ് ഈ ജോലിക്ക് നിയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ ജീവനക്കാരെ ഉപയോഗിച്ച് വിവരങ്ങൾ എടുത്ത് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിന് സഹായിക്കുന്നത്, അതിന് നിയോഗിക്കപ്പെടുന്നത് സംസ്ഥാന സർക്കാർ, അതത് സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ ഉദ്യോഗസ്ഥരാണ്, ജീവനക്കാരാണ്. എന്നിരിക്കെ മുട്ടാപ്പോക്ക് ന്യായവും തർക്കവും പറഞ്ഞത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഇത് ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്നതും നമ്മുടെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നതുമാണ് എന്ന് വ്യക്തമാണ്. കേരളമാകട്ടെ, ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതുകൊണ്ട് ജീവനക്കാരുടെ അഭാവമുണ്ട് എന്നാണ് കോടതിയിൽ ബോധിപ്പിച്ചത്. കോടതി ആ വാദത്തെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞു. കോടതി പറഞ്ഞു, ജീവനക്കാരുടെ അഭാവമുണ്ടെങ്കിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കണം. അതിന് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയാം. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്താണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരാതിപ്പെടുന്നതിന് പകരം ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് വരുന്നത് എന്ത് ന്യായമാണ്? എന്താണ് അതിൻ്റെ മാനദണ്ഡം? എന്താണ്? നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള അതോറിറ്റീസ്, ഏജൻസികൾ അവിടെ ഉണ്ട്. അവരോട് പരാതിപ്പെടാതെ, ആ പരാതിക്ക് പരിഹാരം കാണാതെ ഏത് വിഷയവും തൂക്കിയെടുത്തുകൊണ്ട് നേരെ സുപ്രീം കോടതിയിലേക്ക് വരുന്നത് എന്തിനാണ് എന്നാണ് കോടതി ചോദിക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇതെങ്ങനെയും തടസ്സപ്പെടുത്തുക, ഇതെങ്ങനെയെങ്കിലും അട്ടിമറിക്കുക, അതിപ്പോൾ വളരെ കൃത്യമായിട്ട് നടക്കില്ല എന്ന് മനസ്സിലായി. സുപ്രീം കോടതിയും ശരിവച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ. സമയപരിധി നീട്ടി നൽകാൻ കഴിയില്ല. ഡിസംബർ 18 അവസാന ഡേറ്റ് ആണ്. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള തീയതി ഡിസംബർ 18 തീർന്നില്ലെങ്കിൽ 2 ദിവസം കൂടി നീട്ടി നൽകാൻ, അതിനപ്പുറത്തേക്ക് പറ്റില്ല എന്ന് സുപ്രീം കോടതി കട്ടായം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി 18 ഹർജി വീണ്ടും പരിഗണിക്കാം. അന്ന് അവസാന വിവരങ്ങൾ പറയൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പറയാനുള്ള അവസരമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചു. പക്ഷെ കോടതി അതും സ്വീകരിച്ചില്ല. കോടതി പറഞ്ഞത്, നമുക്ക് 18-ാം തീയതി ഹർജി പരിശോധിക്കുമ്പോൾ നോക്കാം, വീണ്ടും പരിഗണിക്കുമ്പോൾ നോക്കാം. ഇനി ഏതെങ്കിലും കാരണവശാൽ യുക്തിസഹമായിട്ട് ഇത് നീട്ടേണ്ട ആവശ്യമുണ്ടെങ്കിൽ കോടതിക്ക് പറയാമല്ലോ, കോടതി പറയുമല്ലോ അത് നീട്ടി നൽകണം എന്ന്. ഇവിടെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഭാഗത്ത് നിൽക്കാതെ കാര്യങ്ങൾ യുക്തിസഹമായി നിർവഹിക്കാനാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സർക്കാരിനോടും ഒരുപോലെ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും കേരള സർക്കാരിൻ്റെ വാദങ്ങളൊന്നും അവിടെ വിലപ്പോയില്ല. സുപ്രീം കോടതി അതിനൊന്നും ചെവി കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ തിരിച്ചു വരാത്ത 22 ലക്ഷം എന്യൂമറേഷൻ ഫോമുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും ലഭ്യമാകേണ്ടതുണ്ട്. ഏതാണ്ട് 6.5 ലക്ഷം പേർ മരിച്ചുപോയി, 2.5 ലക്ഷം ഇരട്ട വോട്ടുകളുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ അത് കഴിഞ്ഞ് ഏതാണ്ട് 10 ലക്ഷത്തിലധികം പേരുടെ പേര് വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്യൂമറേഷൻ ഫോം തിരിച്ചു വരുന്നില്ല, അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അല്ലെങ്കിൽ വിവരങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പോയി ഈ 10 ലക്ഷത്തിലധികം പേർ, ഇവർ ആരാണ്? ഇത് അന്വേഷണ വിധേയമാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇവിടെ ഈ നുഴഞ്ഞു കയറിയ ആൾക്കാർക്ക് വോട്ടവകാശം ലഭിക്കുന്നു, ഇന്ത്യയിൽ അതിനുള്ള അവസരമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ കേസ് പരിഗണിപ്പിക്കുമ്പോൾ തന്നെ സുപ്രീം കോടതി ബംഗാളിലെ വിഷയം കൂടെ ചർച്ച ചെയ്തു. അതിൻ്റെ വിവരങ്ങളുമായിട്ട് ഞാൻ പിന്നാലെ വരാം. കേരളത്തിലെ കാര്യം വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി നിലപാടെടുത്തിരിക്കുന്നു. നമുക്ക് ഡിസംബർ 18-ാം തീയതി കോടതി ഹർജി വീണ്ടും പരിഗണിച്ച ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാം.